കൈക്കൂലി ആവശ്യപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പൂട്ടാൻ വാട്സ്ആപ്പ് നമ്പർ പുറത്തിറക്കി വിജയ് സർക്കാർ. പരാതികൾ പൊതുജനങ്ങൾക്ക് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ വിജിലൻസിനെ അറിയിക്കാം. ഇതിനായി 9498180936 എന്ന നമ്പർ ഉപയോഗിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. വാട്സ്ആപ്പിന് പുറമെ 0442232109, 0232311085, 22310989, 22342142 എന്നീ നമ്പറുകളിൽ വിളിച്ചും പരാതി അറിയിക്കാം. DVAC നമ്പർ 293 MKN റോഡ്, അലന്തൂർ, ചെന്നൈ 600016 എന്ന വിലാസത്തിൽ കത്ത് മുഖേനയും പരാതി അയക്കാം. ഹെൽപ്പ് ലൈൻ നമ്പറും ബോധവൽക്കരണ സന്ദേശവും സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണെന്ന വാക്യം ഇംഗ്ലീഷിലും തമിഴിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും പ്രദർശിപ്പിക്കണമെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി M. സായികുമാർ സർക്കുലർ പുറത്തിറക്കി. എല്ലാ സർക്കാർ വകുപ്പുകളിലെയും മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും ജില്ലാതല ഓഫീസർമാർക്കുമായാണ് സർക്കുലർ നൽകിയത്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഴിമതി വിരുദ്ധ നോട്ടീസ് ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ മുൻ സർക്കാരുകൾ നിർദ്ദേശിച്ചിരുന്നതാണെങ്കിലും പാലിക്കപ്പെട്ടിരുന്നില്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതായി സർക്കുലറിൽ പറയുന്നു. ചില ഓഫീസുകളിലും വകുപ്പുകളിലും ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവുകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നില്ലെന്നും പൊതുസ്ഥലങ്ങളിൽ നോട്ടീസ് ബോർഡുകൾ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് സർക്കുലറിൽ പറയുന്നത്. പൊതുജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിലായിരുന്നു വിജയുടെ വാക്കുകൾ. ആരെങ്കിലും നിങ്ങളോട് കൈക്കൂലി ചോദിച്ചാൽ തരില്ലെന്ന് നേരിട്ട് പറയുക. ഞാൻ നിങ്ങളെ ഒപ്പം ചേർത്തു നിർത്തും. അതിനുശേഷവും അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ ധൈര്യമായി പറയുക, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ വിജയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നതെന്ന്. താൻ ഒപ്പമുള്ളപ്പോൾ അഴിമതിയിലോ കൈക്കൂലിയിലോ ഏർപ്പെടാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റാലിയിലുണ്ടായ വലിയ ദുരന്തത്തിന് ശേഷം വിജയ് കരൂർ ജില്ലയിൽ നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനമായിരുന്നു അന്ന് നടന്നത്. അന്ന് ജനക്കൂട്ടത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെ 41-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ വിജയ് ഏറെ വികാരാധീനനായി. ആ കുരുന്നുകളെ ഓർത്ത് താൻ ഏറെ ദുഃഖിച്ചിരിക്കുമ്പോൾ പോലും ചിലർ തന്നെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിച്ചതായി അദ്ദേഹം പറഞ്ഞു. അന്നത്തെ വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് വലിയ സുരക്ഷാ വീഴ്ച വരുത്തിയതായി വിജയ് കുറ്റപ്പെടുത്തിയിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസ് തന്നെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയോ യോഗം റദ്ദാക്കുകയോ ചെയ്യണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഇത്തരം രാഷ്ട്രീയ ഗൂഢാലോചനകൾ ആവർത്തിക്കാതിരിക്കാനും വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകാനും വേണ്ടി കരൂരിൽ TVKയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സ്മാരകം പണിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടാതെ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട 31 കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് സർക്കാർ ജോലിക്കുള്ള നിയമന ഉത്തരവുകളും അദ്ദേഹം ചടങ്ങിൽ വെച്ച് നേരിട്ട് കൈമാറി. അതേസമയം അഴിമതിക്കെതിരെയുള്ള മുഖ്യമന്ത്രി വിജയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി DMK രംഗത്തെത്തിയിരുന്നു. വിജയുടെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അഭിഭാഷകരെ നിയമിക്കുന്നതിനായി ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയതായി ആരോപണമുണ്ടെന്ന് മുതിർന്ന DMK നേതാവ് ചൂണ്ടിക്കാട്ടി. TVKയിലെ തന്നെ ഒരു അഭിഭാഷകൻ ഇത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഈ അഴിമതിയെക്കുറിച്ച് വിജയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം കേരളത്തിൽ തുടങ്ങിവെച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദക്ഷിണേന്ത്യയെ ലഹരിമുക്തമാക്കാനുള്ള സംയുക്ത നീക്കമായി കൂടുതൽ ശക്തമാകുന്നു. പദ്ധതിക്ക് തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉടൻ കൊച്ചിയിലെത്തി ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ചടങ്ങിൽ നടൻ മോഹൻലാലും പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ചെന്നൈയിൽ മുഖ്യമന്ത്രി വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം അറിയിച്ചത്. കേരള തമിഴ്നാട് അതിർത്തി കൂടുതൽ കർശനമായ പോലീസ് നിരീക്ഷണത്തിലാക്കുമെന്നും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇരു സംസ്ഥാനങ്ങളും തത്സമയം പരസ്പരം കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ പോലീസ് മേധാവികൾ കൂടാതെ NCB, DRI, കസ്റ്റംസ്, SIB, RPF തുടങ്ങിയ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ഓരോ സംസ്ഥാനത്തും പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയമിച്ച് സംയുക്ത ലഹരിവേട്ട ശക്തമാക്കാനും തീരുമാനമായിരുന്നു. രാജ്യത്തിന് മാതൃകയാകുന്ന ആഭ്യന്തര സുരക്ഷാ ഏകോപനത്തിനാണ് ഈ നീക്കമെന്നും കേരളത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ച ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർക്ക് നന്ദിയുണ്ടെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.